Hello guys, welcome back to my channel. പുൽക്കൂട് ഉണ്ടാക്കാൻ മണ്ണ് പറമ്പിന്ന് എടുക്കാൻ പോണേണ്. എന്തൊക്കെ കഷ്ടപ്പാടാന്ന് നോക്കണേ മണ്ണ് സ്മഗിൾ ചെയ്യാൻ വേണ്ടി. എവിടെയോ പാര ഇട്ടിട്ടുണ്ടായല്ലോ. പാര എവിടെ ഇട്ടത്? പോയാ പാര? നടന്നിട്ടില്ല. ഫുള്ളും കല്ലാണല്ലോ. ഇതാണിത്. മണ്ണിര തേന വളരെ നമ്മ മണ്ണ് കല്ല് കളയുമ്പോഴത്തേക്ക് എല്ലാം തീരുമല്ലോ. ഓണർ തന്നെ എടുത്തത് കൊണ്ട് നമ്മൾ ഇവിടെയാണ് പുൽക്കൂട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പുൽക്കൂടിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ പുൽക്കൂടിൻ്റെ അപ്ഡേഷൻ പറയാൻ വന്നതാണ്. ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കണേ. പുൽക്കൂടിൻ്റെ തെനയൊക്കെ ഇട്ടിട്ട് തെനയൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. തെന ഇട്ടത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. മുളച്ചത് കാട്ടിത്തരാം. മല ഉണ്ടാക്കാൻ പോണേ പുൽക്കൂട്ടിൽ. എന്നെ കാട്ടല്ലേട്ടാ മല കാട്ടല്ലേടാ. ബംഗാളിനെ പോലെ ഇരിക്കണം. മല ആൻഡ് വീട് പുൽക്കൂട്. ഗൈസ്, ക്ലേ നമ്മൾ മണ്ണിൽ ഇറങ്ങി ചെല്ലണം. ഇനി കുറച്ച് അതും കൂടെ ആഡ് ചെയ്ത് ഇത് നോക്കി നല്ല ശോകമായിട്ടുണ്ട്. അതും കൂടി ഇട്, ആക്കളയും കൂടി നല്ലോണം. അമ്മ അന്നേ വാ. ഡാർക്ക് ചോക്ലേറ്റ്. അന്ന് വീഡിയോ എടുത്ത് ഒന്ന് വീഡിയോ എടുത്തു തരോ?
എന്താണ് അമ്മ ട്രൈപ്പോളല്ല മര്യാദക്ക് പിടിക്കണേ. ഞാൻ വലിക്കതാ അല്ല ഞാൻ ഉണ്ടാക്കാം. ഇതതിലും വെള്ളമാണ്. അപ്പളേ പറഞ്ഞതാ വെള്ളം ഒഴിക്കണ്ടെന്ന്. ഇല്ലേ തീർന്നാള് ഇതേ അവിടെ ഇരിക്കണ്ട. ആ പൊടിക്കുന്ന അത് മുട്ടൻ ട്രൈ വേണ്ടി കുറച്ചുള്ളത്. ഇനി ഇത് വെച്ച് മല ഉണ്ടാക്കും, നമ്മൾ കിണറുണ്ടാക്കും. മെൽറ്റാക്കി ചവിട്ടിട്ടേ പിന്നെന്താ ചെയ്യാൻ പോണ വാക്കത്തി ചൊട്ടാൻ പോണായിരിക്കും. മിക്സിയിലിട്ടടിക്കും. പ്ലീസ് നമ്മുടെ കോമഡി ഒന്നും ഇവിടെ ഇറക്കില്ലേ. ബക്കറ്റൊക്കെ വെട്ടിയതേ ബക്കറ്റ് വെട്ടിയിട്ടാവൾ ഞാനെല്ലാവരാണ് തൊട്ടപ്പോ തന്നെ പൊട്ടിപ്പോയി. പൊട്ടയല്ലോ നീ വെട്ടിയല്ലേ. ഊട്ടയും കൂടി ഉണ്ടാക്കും. ഇതിനൊരു കഷ്ടപ്പാടുണ്ട്. കഴിച്ചോറിയണം. കുറച്ച് നേരം ഫ്രൈ കഴിഞ്ഞിട്ട് ചെയ്യാം. ഇത്ര മതി കേട്ടോ. ഇത് മാത്രം എടുത്താൽ മതി. ഞാൻ വേണ്ട. നമ്മ വീടുണ്ടാക്കണേ. വീടല്ല ഗുഹ. ഗുഹ ഗുഹ കരിങ്കല്ല് യൂസ് ചെയ്താണ് വീട് പണിയാ. നമ്മുടെ കേവ് ഇത്ര ബാക്കി ചെയ്യാൻ പോണേ. ഇത്രമായി നമ്മുടെ പുൽക്കൂട്. പൊക്കത്ത് കുറച്ചും കൂടി ക്ലേഫ് ഇല്ലേ. ഞാൻ കിണർ പണിയും. ഇവിടെയൊക്കെ നമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പുല്ല് വളർന്നിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് വെയിലത്തിരുന്ന് ഉണ്ടാക്കിയ കൂടാരം ഒരു ഇതല്ലാണ്ട് പൊളിച്ച് പണിതോണ്ടിരിക്കണ. ദിസ് ഈസ് അവർ കിണർ. ഈ ഹോള് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ വാട്ടറൊക്കെ അതിൽ കൂടെ ഒലിച്ചു പോവും. അറ്റാച്ച്ഡ് വെല്ലാണ്. മല ഉണ്ടാക്കാൻ വേണ്ടി ക്ലേ തികയാത്തോണ്ട് നമ്മൾ വീണ്ടും പറമ്പിൽ പോയി എടുത്തോണ്ട് തന്നെ.
ഇവിടെ വെച്ച പുല്ലൊക്കെ കട്ട് ചെയ്ത് അവിടെ വിൽക്കാൻ പോണേ. എന്നിട്ട് ഇതെടുത്ത് മാറ്റും. ഇതാണ് ഡാവിഞ്ചി. പന്ന അറക്കപ്പൊടി ഇട്. കോച്ചിങ് മാത്രമേ ഉള്ളൂ. എൻ്റെ വീട് പൊളിച്ചോളാം ഞാൻ. ഫുൾ കോച്ചിങ് എൻ്റെ ഞാൻ പണിതാണെങ്കിൽ സ്റ്റേജ് പണിത് വെച്ചേക്കണേ. ഇതൊക്കെ അമ്പറിന് വഴിയിൽ അറക്കപ്പൊടിയല്ലേ ഇടുള്ളൂ. ഇതെടുത്ത് മാറ്റൂ കേട്ടോ. ഇട്ടോ അവിടെ വൈക്കോല് ചുറ്റൂല വെച്ചല്ലേ. പശുത്തൊഴുത്ത് ഉണ്ടാക്കണേ. പശു അതെങ്കിലും ഞാൻ ചെയ്യാൻ. എടാ വൈക്കോലിനി ഇല്ലേ പശുത്തൊഴുത്തിന്റെ മേളിലിടാൻ? കൊള്ളൂല്ലേ? ആ പ്ലാസ്റ്റിക്കിന്റെ അടുത്തൊന്ന് ചൂടാക്കിട്ട് വളച്ചെടുക്കും. അത് കുറച്ചുകൂടി കട്ടിയാവും. പൊങ്ങിയിരിക്കണം. പശു വലുതല്ലേ ഇരിക്കണ കാണണ്ടേ? പശു അതിനുള്ളിൽ പശു തൊഴുത്താന്ന് അറിയണ്ടേ? കൊള്ളൂലേ അമ്മ? അമ്മക്ക് മോനുണ്ടാക്കണ മാത്രം ഇഷ്ടമാവും. ഹലോ, അപ്പോൾ ടൈം ഇപ്പോൾ 11:59 ആയി. നമുക്ക് ഉണ്ണീശ്വരനെ വയ്ക്കാം. ഒരു പാട്ട്. ഇസ്രായേൽ നാഥനായ ഏക ദൈവം, മണ്ണിൽ നിന്നും വാഴ്ത്ത പെയ്യ ദൈവം, ആദിപിതാവേ ദൈവമേ. അപ്പോൾ നമ്മൾ ഉണ്ണീശ്വരനൊക്കെ വെച്ചു. ഒരു 1 വീക്കത്തെ എഫേർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 1 വീക്കിന് മേലെ ആയി. എൻ്റെ ക്ലേ വെച്ചുള്ള എല്ലാ പരിപാടിയും എൻ്റെ ഏറ്റവും അനിയൻ സുർജിത്താണ് ചെയ്തത്. പിന്നെ മണ്ണെടുക്കലും തെനവെതറൊക്കെ ഞാനും എൻ്റെ രണ്ടാമത്തെ അനിയനും കൂടിയാണ് ചെയ്തത്, പ്രവീൺ. ബാക്കിയൊക്കെ ലാസ്റ്റ് ടൈമായപ്പോൾ സുർജിത്ത് വന്ന് എല്ലാ ക്രെഡിറ്റും അവനെടുത്തു. ഞാൻ ആദ്യം ക്ലേ വെച്ച് ചെയ്തത് 1 ഫ്ലോപ്പായിരുന്നു. സുർജിത്ത് എല്ലാം സെറ്റാക്കി ഇതുവരെ. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ.